മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ രാജ്യത്ത് നടന്നിട്ടുള്ള നീതി നിഷേധങ്ങളോട് കഴിഞ്ഞ കാലങ്ങളിൽ വൈകാരികമായി പ്രതികരിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ കടയുണ്ട്. മാധ്യമങ്ങൾക്ക് കടമയുണ്ട്, ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർക്ക് കടമയുണ്ട്. പക്ഷേ ഭേദഗതമെന്ന് പറയട്ടെ, പല കോണിൽ നിന്നും ഇസ്ലാമോഫോബിയ ഉണ്ടാക്കിയ ഭീതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളും ഉണ്ടായി വരുന്നില്ല എങ്കിൽ നമ്മുടെ മതേതരത്വം അതിന്റെ ശവപ്പെട്ടിയുടെ ആണിക്കല്ലടിക്കാൻ, ആണികൾ ഓരോന്നടിക്കാൻ നമ്മൾ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം ഇത് മുസ്ലിം സമുദായത്തിന്റെ വിഷയമല്ല, ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ വിഷയമല്ല, ഇത് കേരളത്തിന്റെ വിഷയമാണ്. ഹാദിയ കേരളത്തിന്റെ മുമ്പിലുള്ള ചോദ്യചിഹ്നമാണ്. മറുപടി പറയേണ്ടത് കേരളത്തിന്റെ പൊതുസമൂഹമാണ് എന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം കൂടി ഞാൻ ഈ മഹാജനസമുദയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് പറയുകയാണ്, കേരളത്തിന്റെ ആദരണീയനായ ആഭ്യന്തരമന്ത്രിയോട് പറയുകയാണ്, ഹാദിയയുടെ ജീവനും വീടിനും സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ചിത്രം മാറും. കൊലക്ക് കൊടുക്കാനാണ് ഹാദിയെ വിട്ടു നൽകിയിട്ടുണ്ടെങ്കിൽ അടങ്ങിയിരിക്കില്ല കേരളം. ഹാദിയ ഞങ്ങളുടെ ചോരയാണ്, ഞങ്ങളുടെ സഹോദരനാണ്. ഞങ്ങൾ ജീവാർപ്പണം നടത്തും. അതുകൊണ്ട് അവളുടെ ജീവനെ സംരക്ഷിക്കേണ്ട ബാധ്യത കോടതി തീർപ്പ് കൽപ്പിച്ചു. ഇനി അവളുടെ ജീവന് RSSകാരാൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഒരു കാലത്ത് ഒരുപാടെണ്ണത്തിന് അവര് വെട്ടിമുറുക്കിയിട്ടുണ്ട്, ഒരുപാടെണ്ണത്തിന് അവര് ജീവച്ഛവങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതിനൊന്നും ഇവിടെ ആരും കയ്യും കെട്ടി നോക്കി നിന്നതുപോലെ ഹാദിയയുടെ വിഷയത്തിൽ നോക്കി നിൽക്കില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പ്രതീക്ഷകളും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ഭരണകൂടമാണ് ഹാദിയയുടെ ജീവനിന് സംരക്ഷണം നൽകേണ്ട ബാധ്യത. അവളുടെ വിശ്വാസം, ഇവിടെ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, വനിതാ കമ്മീഷനുകളുണ്ട്, എല്ലാം ഇടപെട്ടുകൊണ്ട് ഹാദിയെ സ്വതന്ത്രയാക്കി വിടാൻ ഈ കേരളത്തിന്റെ പൊതുബോധം ഇളകി മറിയണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തോട്, ഈ നാട്ടിലെ പുരോഗമനാവകാശ പ്രവർത്തകരോട്, ജനതയോടൊക്കെ പറയാനുള്ളത്, ഇത് ഒരു സംയമനത്തിന്റെ സമരമാണ്. ഇത് വൈകാരികതയുടെ സമരമല്ല, ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, ഇത് വികാരത്തിന്റെ പ്രശ്നമല്ല.